രാവിലെ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കറി ഉണ്ടാക്കുന്നുള്ളൊരു കൺഫ്യൂഷനിലാണല്ലേ എല്ലാ വീട്ടമ്മമാരും. അപ്പോൾ ചട്നി തന്നെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഞാനൊരു വെറൈറ്റി ചട്നി ഇന്ന് ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവർക്കും ഇതറിയാം ആയിരിക്കും, എന്നാലും ഞാൻ പറയാണ്, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒരു സോസ് പാനിൽ ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്, അതിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. അതിലേക്ക് തന്നെ ഒരു സവാള ഒരു 3-4 പീസാക്കിയിട്ട് അതും ഒരു 3-4 വറ്റൽ മുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നല്ലോണം തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് നല്ല ഫ്രൈ ആയി വരണം. അപ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഉഴുന്ന് പരിപ്പില്ലേ, ഉഴുന്ന് ഒന്ന് കഴുകിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളിയും പിന്നെ കല്ലുപ്പും ഇതിൽ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില, കുറച്ച് അധികം തന്നെ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കുകയും ചെയ്യാം. ഇനി ഒരു കളറിന് വേണ്ടി ഞാനൊരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല കളർ കിട്ടും. ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്ത പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം മാത്രം മതിയാവും. ഇതൊന്ന് നല്ല ഫൈനായിട്ട് അരഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എന്തായാലും ചേർക്കണം. അങ്ങനെ ഇതാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചായയും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള മൊരിഞ്ഞ ദോശയുടെയും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഈ ഒരു ചട്നി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, അത്രയും ടേസ്റ്റിയാണ്. ഇനി നിങ്ങളുടെ വകയായി എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഐ മീൻ എന്തെങ്കിലും ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനങ്ങനെ ചേർത്ത് കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ ചായയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാനിതൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇത് ദോശയുടെ കൂടെയും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നമ്മൾ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചട്നി. താങ്ക്